അശ്ലീലാംഗ്യം കാണിച്ച സിബിനെ ഇന്നലെ ബിഗ് ബോസ് വരെ എടുത്തിട്ട് കുടഞ്ഞു. അവസാനം ലാലേട്ടൻ ശിക്ഷ തരുമെന്നൊക്കെ പറഞ്ഞു. ജാസ്മിൻ ആണെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിച്ച് അത് വലിയ ഒരു ബഹളമുണ്ടാക്കി എല്ലാവരുടെയും മുന്നിൽ സിബിനെ നാറ്റിച്ചതാണ്. സിബിൻ അപ്പോൾ തന്നെ മാപ്പ് പറയേണ്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് എല്ലാവരും അംഗീകരിക്കുന്നു, വളരെ മോശമാണ്, മാപ്പ് പറഞ്ഞു, ശിക്ഷ കൊടുക്കണം. പക്ഷേ ഇന്നലത്തെ ജയിൽ ടാസ്കിൽ വെച്ച് വളരെ മോശമായിട്ട് ജിൻഡോയെ അധിക്ഷേപിച്ച ജാസ്മിനെതിരെ എന്തുകൊണ്ടാണ് ആരും ഒന്നും ശിക്ഷ വിധിക്കാത്തത്? ബിഗ് ബോസ് പോലും ഒന്നും മിണ്ടുന്നില്ല. അതായത് ജിൻഡോയെ വിളിച്ച വാക്ക് ഷൊട്ട എന്നാണ്. അതായത് ഇനിയിപ്പോൾ എല്ലാവരും പറയും ഷൊട്ട എന്നുള്ളത് മണ്ടൻ ചെറിയ വാക്കാണെന്ന്. പക്ഷേ അല്ല. ഈ കൊല്ലം പുനലൂർ ഭാഗത്തൊക്കെ ഷൊട്ട എന്ന് പറയുന്നത് ഷണ്ടൻ എന്നാണ്. അതായത് ആണും പെണ്ണും കെട്ടവൻ അല്ലെങ്കിൽ ഇങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ വളരെ മോശമായി അവഹേളിക്കുന്ന ഒരു വാക്കാണത്. അപ്പോൾ ഇത് കൊല്ലം ഏരിയ ലാംഗ്വേജ് ആയതുകൊണ്ട് ഇത് ജിൻഡോയ്ക്കും അത് കേട്ടവർക്കൊന്നും അത് പെട്ടെന്ന് സ്പാർക്കായില്ല. അതുകൊണ്ട് അവരവിടെ അതെടുത്തിട്ടില്ല. പക്ഷേ ഈ പ്രയോഗിച്ച പദം വളരെ മോശം തന്നെയാണ്. അത് ജിൻഡോ പിത്തക്കാളി എന്ന് വിളിച്ചത് അതിന് എതിരായിട്ടാണെന്ന് തോന്നുന്നു ജാസ്മിൻ ഇത് പറഞ്ഞത്. ഈ പിത്തക്കാളി എന്നുള്ളത് വളരെ ഇങ്ങനെ അസുഖം ബാധിച്ച എന്നുള്ള ഒരു മൈൽഡായിട്ടുള്ളൊരു വേർഡാണ്. അപ്പോൾ ഇത് ശരിക്കും വളരെയധികം മോശം സ്ലാങ്ങിലേക്ക് ജാസ്മിൻ പെട്ടെന്ന് പറയുകയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, അതിനു മുമ്പും ജാസ്മിൻ ഇങ്ങനെ ജിൻഡോയുടെ കറുപ്പ് നിറത്തെ എടുത്ത് പറഞ്ഞ് അവിടെ കളിയാക്കുന്നുണ്ടായിരുന്നു. അതായത് കരിഞ്ഞ മത്സ്യകന്യകൻ, കരിഞ്ഞ ഗന്ധർവൻ, അങ്ങനെ വളരെ കറുപ്പിനെ എടുത്ത് പറഞ്ഞ് അവിടെ ജിൻഡോയെ ആക്ഷേപിച്ചത് കണ്ടായിരുന്നു. അതൊന്നും ആരും ഒരു വലിയ പ്രശ്നമാക്കി അവിടെ ബിഗ് ബോസിൻ്റെ അടുത്ത് അവതരിപ്പിച്ചില്ല. മാത്രമല്ല ബിഗ് ബോസും ഒന്നും ഇതിനെതിരെ ഒന്നും ചെയ്തതുമില്ല. ഇന്നലെ ജയിലിൽ നിന്നുകൊണ്ട് ഈ ജിൻഡോയെയും സിബിനെയും ജാസ്മിൻ ശരിക്കും അവിടെ കളിയാക്കി നല്ല അധിക്ഷേപം നടത്തുന്നുണ്ടായിരുന്നു. അതിൽ യാതൊരു പ്രശ്നവുമില്ല. ന്യായമായ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഈ വാക്കുകൾ കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാം. പക്ഷേ ഷട്ട എന്നുള്ള ആ പദം പ്രയോഗിച്ചത് വളരെ മോശമാണ്. അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടത് തന്നെയാണ്. എന്തായാലും ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ജാസ്മിന് ഇതുപോലത്തെ ഈ അശ്ലീല വാക്കുകളുടെയൊക്കെ എല്ലാം കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് ജാസ്മിനെ ആരെങ്കിലും വിളിച്ചാൽ ജാസ്മിൻ അത് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ മറ്റുള്ളവർക്ക് ഈ അശ്ലീല വാക്കുകളിൽ കുറേയൊക്കെ അറിയാൻ മേലാത്തതുകൊണ്ട് ജാസ്മിൻ കൂളായി രക്ഷപ്പെട്ടു പോവുകയാണ്.